ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ലോങ് വീഡിയോ ആയിട്ടാണ്. കുഞ്ഞ് ലോങ് എന്ന് പറഞ്ഞാൽ ചെറുതാണ് എന്നാൽ വലുതല്ല, അങ്ങനത്തെ രീതിയിൽ ചെറിയൊരു വ്ളോഗായിട്ടാണ്. അപ്പോൾ അപ്പോൾ ഈ രാവിലത്തെ ഒരു ഇതും ഞാൻ എടുത്തിട്ടില്ല, വേണ്ടാന്ന് വെച്ചതായിരുന്നു കേട്ടോ. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, അന്ന് പുട്ടും കറി വരുന്നു. അപ്പോൾ ഒന്ന് പ്രത്യേകിച്ച് വലിയ സ്പെഷ്യൽ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ അപ്പോൾ ഒരു വ്ളോഗ് ഇടാൻ നേരം കിട്ടിയില്ല എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് ഇടാഞ്ഞത്. പിന്നെ ഞാനൊരു രാവിലത്തെ ചായക്കുടി കഴിഞ്ഞതിന് ശേഷം പിന്നെ വീഡിയോ എടുക്കൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് മുതൽ ഇപ്പോൾ രാത്രി നമ്മൾ ഫുഡ് കഴിക്കുന്ന വരെയുള്ള എല്ലാ വീഡിയോസും ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു യാത്രയൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഓക്കെ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എന്താണ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം, ഓക്കെ. നമ്മളെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് നമുക്ക് അരിമണി വറുക്കണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നി. നേരെ വെള്ളത്തിൽ അരിയൊക്കെ ഇട്ട് കഴുകി അതൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് അരിമണിക്ക് നിന്നു, അരി വറുക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ ഇത് നോമ്പിനും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇത് ഇപ്പോൾ നോമ്പിനൊക്കെ മഴ ഉണ്ടാകുന്നത് നമ്മൾ നോമ്പ് പറഞ്ഞാൽ ഫുള്ള് ഇത് തിന്നലായിരുന്നു കേട്ടോ പണി. നല്ല ടേസ്റ്റാണ് കേട്ടോ, അരിമണിയും തേങ്ങയും പഞ്ചസാരയും കട്ടൻ ചായ കൂടെ കുടിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കഴിക്കാമല്ലോ. ഒരു നേരം ഉണ്ടാക്കിയാൽ പിന്നെ പല ടൈമിലായിട്ട് നമുക്ക് കഴിക്കാമല്ലോ, എപ്പോഴും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ കുറേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ അരിമണി വറുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അരിമണി വറുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതേ കുളിക്കാൻ പോയി, കുളിച്ച് നീറ്റ് വന്നു. ഇതേ നേരം 1:30 ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് നേരെ നിസ്കരിക്കാൻ നിന്നു കേട്ടോ. നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് കഴിക്കാൻ. അങ്ങനെ നമ്മൾ നിസ്കരിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു, നമ്മളിതേ മന്തിൻ്റെ റൈസ് ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസത്തത്. അത് നമ്മൾ എന്ത് ചെയ്തു ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തക്കാളി സോസാണ് കേട്ടോ, സ്പൈസി സോസാണ് ടൊമാറ്റോയുടെ. പിന്നെ ഇത് നമ്മൾ കുറച്ച് പായസം ഉണ്ടായിരുന്നു, ഇന്നലെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം കൂടെ കഴിച്ചപ്പോൾ ഭയങ്കര മത്തായി പോയി. അപ്പോൾ ഞാൻ പിന്നെ പായസം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉച്ചയ്ക്ക് വെച്ചിട്ടുള്ള മീൻകറിയും ചോറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അരിമണി വറുത്ത് വെച്ചത് അതുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ മന്തി ഉണ്ടായിരുന്നു, അത് 2 പ്ലേറ്റിൽ ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി എടുത്തിട്ടാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ അതാണല്ലോ ടേസ്റ്റ് കഴിക്കാൻ. പിന്നെ തലേന്നത്തെ ഫുഡ് ഇപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടാവും, നമ്മൾ വീടുകളിൽ മാത്രമൊന്നുമല്ല. അപ്പോൾ അത് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിൽക്കാൻ വിളിച്ചിട്ട് വന്നില്ല. ഞാൻ എന്ത് ചെയ്തു, വേഗം ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഞാൻ വല്ലാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, കുളി കഴിഞ്ഞേക്കും നിസ്കാരം കഴിഞ്ഞ് വേഗം നമ്മൾ മന്തി റൈസ് കഴിച്ചു. മന്തി നേരെ ചിക്കൻ പീസും കാര്യങ്ങളൊന്നും ഇല്ല, റൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു, അത് ഭയങ്കര സ്പൈസി ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു അതിലൊഴിച്ച് കഴിക്കാൻ. പിന്നെ അതേ അതിൻ്റെ ഇടയിൽ ഏലക്ക കടിച്ചു, പരമാവധി ഇറക്കാൻ നോക്കി, പക്ഷേ പറ്റിയില്ല, ലാസ്റ്റ് എടുത്ത് ഇട്ടു. എന്ത് ചെയ്യുക, അതിന് ടേസ്റ്റ് വല്ലാത്തൊരു ചമർപ്പായതുകൊണ്ട് തന്നെ ഒഴിവാക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താണ്, പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പായസം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ നല്ല സിറ്റൗട്ടിലോട്ട് കൊണ്ടുപോയിട്ടാണ്. ഇതിൻ്റെ ഐസിമോൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തരൂല, അതുകൊണ്ട് ഞാൻ ഇന്നലെ കഴിക്കാത്തതുകൊണ്ട് തന്നെ വേഗം അത് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചതേ സിറ്റൗട്ടിൽ വന്നിരുന്നു, അത് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പ്രത്യേകം പറയണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനല്ലാണ്ട് വേറെ ആരെ പോലെ ടേസ്റ്റ് ഉണ്ടെന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചോദിച്ചവരോടൊക്കെ കഴിച്ചവരോടൊക്കെ ചോദിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മതിയല്ലോ. പിന്നെന്താണ്, അങ്ങനെ പായസം ഞാൻ കുടിക്കായിരുന്നു കേട്ടോ. പായസം കൂടി കഴിഞ്ഞു. പിന്നെ ഇക്കാക്ക പുറത്ത് പോയി. അതിന് ശേഷം ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട്, ഉറങ്ങിയപ്പോഴാണ് ഉമ്മാൻ്റെ ഒരു കോൾ വന്നത്. കോൾ എടുത്തമ്മ വെച്ച്, നീ വരണേ, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. എടുത്തേക്ക് ഞാൻ വെറുതെ ഞാൻ വരാമല്ലോ. അല്ല പിന്നെ നമുക്കൊരു യാത്ര കേട്ടാൽ പിന്നെ നമുക്ക് കിടക്കാൻ തോന്നുമോ, നീറ്റ് ഡ്രസ്സൊക്കെ മാറ്റി ഹൈസ്മോനെ ഇതേ എടുത്ത് കട്ടുമ്പോൾ കിടത്തി ഡ്രസ്സ് മാറ്റി അവനെ ഉറങ്ങാം കേട്ടോ. ഡ്രസ്സൊക്കെ അതേ മാറ്റി. പിന്നെ കുറച്ച് പട്ടീഷോ കാണിച്ച് നമ്മളെ ക്യാമറയുടെ മുന്നിലും അലമാരയുടെ മുന്നിലൊക്കെ നിന്നിട്ട്, അല്ല പിന്നെ എന്താ കേട്ടെ, വീഡിയോ എടുത്ത ഒരാൾ വേണ്ടേ. അപ്പോൾ ഒറ്റയ്ക്ക് അങ്ങ് എടുത്തു കേട്ടോ. ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ട് ആരും നോക്കണ്ട, കുറച്ച് കച്ചറായി കിടക്കുന്നുണ്ട്. അത് പിന്നെ എല്ലാവരും ഡ്രസ്സ് മാറ്റി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാവുന്നു മിക്ക വീടുകളിലും അവസ്ഥ അല്ലേ. അങ്ങനെ ദേവി മോൾ മാറ്റിയിട്ടുണ്ട്. ഹൈസിൻ മോൻ ഇതേ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതേ മോൾ കണ്ണടയൊക്കെ വെച്ച് ബാഗൊക്കെ ഇട്ടിട്ട് ഇതേ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. ഹൈസിൻ മോൻ ഇതാ അവിടെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഉപ്പ വിളിച്ച് പറഞ്ഞു റോട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങി പുറത്തോട്ട് പോവുകയാണ്. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഞങ്ങൾ റോഡിൻ്റെ സൈഡിൽ നിൽക്കാൻ കേട്ടോ, ഉപ്പാനെ കാത്തിട്ട്. അപ്പോൾ വണ്ടിയിലുള്ളത് ഉപ്പയും ഉമ്മയും പിന്നെ നമ്മുടെ നാത്തൂനുണ്ട് കേട്ടോ, ഫൗസി ഉണ്ട്. 2 ആഴ്ചയൊക്കെ നിൽക്കാൻ പോയ ആളാണ്, 2 ദിവസം വീട്ടിലെത്തിയിട്ടുണ്ട് തിരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാത്തൂൻ ഇതട്ടാ, നാത്തൂനുണ്ട്, നല്ല അയറമോളുണ്ട്. അയറമോൾക്ക് പിന്നെ അവളെ അമ്മച്ചി തന്നെ ഉള്ളൂ, വേറെ ആരും പറ്റൂല. പിന്നെ അയറമോൾ ഇതാ കുറേ ദിവസമായി ഉമ്മാൻ്റെ വീട്ടിൽ. അങ്ങനെ ഞങ്ങളുടെ മൂത്ത കാക്കാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നിലു ഇതാ അവൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്ന് വരുന്നു.
ഇക്കാക്കാൻ്റെ മൂത്ത മോനാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് നാത്തൂൻ്റെ കാലിൽ ചെറുങ്ങനെ എല്ല് പൊട്ടലുണ്ടെന്ന് പറഞ്ഞ് നേരെ കാണാൻ വന്നതാണ്. അവിടെ പോയി സംസാരിച്ച് ലാസ്റ്റ് നമ്മൾ ചായ കുടിച്ച് നല്ല അടിപൊളി ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതും കഴിച്ചു. അങ്ങനെ ചായയും കുടിച്ചു. നമ്മളവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. വൃത്താത്താണ് ഞാനിതിൽ വീഡിയോയിൽ എടുത്തിട്ടില്ല. വൃത്താണ് എൻ്റെ കാക്ക, മൂത്ത കാക്കയാണ്. അങ്ങനെ കുറേ സംസാരിച്ച് അപ്പം എൻ്റെ വീഡിയോ കാണലുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ അവരോട് യാത്ര ചറ്റ ബബൈ സിയും പറഞ്ഞെത്തി നമ്മൾ വണ്ടിയിൽ കയറിയിട്ടോ. കാരണം ഇനി നമുക്ക് വേറൊരു സ്ഥലത്തും കൂടെ പോകാനുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് വണ്ടി വന്ന് കയറുകയാണ്. അപ്പോൾ നല്ല മഴക്കാറുണ്ട് കേട്ടോ. പക്ഷെ ആ മഴക്കാറുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര മഴ പെയ്യുന്നു. പക്ഷെ അത്രയൊന്നും പെയ്തില്ല, വല്ലാണ്ടൊന്നും പെയ്തില്ല. നേരെ അങ്ങോട്ട് ചാറിപ്പോയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കാക്കാൻ്റെ ഇളയ കുട്ടിയാണ്, മോളെ കുറേ നേരം കളിപ്പിച്ചിരുന്നു. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, നമ്മളവിടുന്ന് വണ്ടി യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കണ്ട മഴത്തുള്ളി ഇരുന്നുണ്ടില്ലേ, കാറ് കണ്ടപ്പോൾ നല്ല മഴയെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ചെറുങ്ങനെ മഴ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ പോകുന്നത് പുല്ലൂർക്കാണ് കേട്ടോ. പുല്ലൂർ മൂത്തമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ്, ജാസ്മി താത്താൻ്റെ വീട്ടിലോട്ടോ കേട്ടോ. അവിടെ മൂത്തമ്മ ഉണ്ട്. മൂത്തമ്മനെ കാണാൻ വേണ്ടി നമ്മൾ വന്നതാണ്. പിന്നെന്താണ്, അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഈ വീടാണെന്ന്. അപ്പോൾ അതപ്പോൾ വണ്ടിക്ക് സൈഡ് കൊടുത്തതായിരുന്നു ആ വീട്. അങ്ങനെ ഞങ്ങൾ മൂത്തമ്മാൻ്റെ വീട്ടിലെത്തി കേട്ടോ. ഇതിൻ്റെ മൂത്തമ്മാൻ്റെ മോൾക്ക് ഉണ്ടാക്കുന്ന വീടാണ്, അതെൻ്റെ ഇത്താത്തയാണ്. അപ്പോൾ അവൾക്ക് ഉണ്ടാക്കുന്ന വീടാട്ടോ. അപ്പോൾ അവരമ്മാൻ്റെ അനിയത്തിൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആ വീടും പോയി കണ്ടിട്ട് നല്ല അടിപൊളി വീടാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹോം ടൂർ ഞാൻ ചെയ്യും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ വീടൊക്കെ കയറിയിരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ മേലെ എല്ലായിടും പോയി നോക്കി വന്ന് അവിടുന്ന് ചായയൊക്കെ കുടിച്ചു കേട്ടോ. അങ്ങനെ രാത്രി ഞങ്ങൾ ഇറങ്ങാൻ നോക്കുമ്പോൾ മൂത്തമ്മ നമ്മളെ കൂടെ വന്നോട്ടെ എന്ന് പറഞ്ഞ് മൂത്തമ്മാനെയും കുട്ടികളും എല്ലാവരും പെറുക്കി കൂട്ടി നമ്മളവിടുന്ന് പോകുന്നത് വെച്ചാൽ മൂത്തമ്മാനെ കാത്തിക്കണം. അപ്പോൾ അവരുടെ ലഗേജൊക്കെ പാക്ക് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കാറ് വല്ല ബാക്കിലോട്ട് ഇട്ടു. സനമോൾ നമുക്ക് കുറച്ച് മാങ്ങ ഉപ്പും മുളകും സുർക്കൊക്കെ ഇട്ട് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചിട്ടു. അപ്പോൾ ഒന്നു ഭയങ്കര പുളിയും പോരാത്തിന് എരിവും അടാറ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ മാങ്ങ പറയണ്ടല്ലോ, കണ്ണിന് ആരവായാലും വെള്ളം വരും. പിന്നെ മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ വീടുകളും മാങ്ങ ഉണ്ടാവില്ലേ. നമ്മളെ വീട്ടിൽ മാങ്ങ ഇല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ തന്നെ മാങ്ങയൊക്കെ കഴിച്ചു. പിന്നെ അവർ എളാപ്പാൻ്റെ കട കേട്ടോ, അവരുടെ വീടിൻ്റെ മുന്നിൽ തന്നെ ചെറിയൊരു പെട്ടിക്കടയാണ്. പിന്നെ എന്താണ്, അങ്ങനെ പിന്നെ നമ്മൾ മക്കളൊക്കെ നമ്മൾ ഡിക്കിലിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഇരിക്കാതെ സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ ഡിക്കിലിട്ടുണ്ട്. അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഡിക്കിലിരിക്കും ഭയങ്കര ഒരു അവർക്ക് എന്താ പറയുക സന്തോഷം ഡിക്കിലിരിക്കാൻ. അങ്ങനത്തെ മൂത്തമ്മാനെയും കൂട്ടി നമ്മളിതേ വരികയാണ് കേട്ടോ. മൂത്തമ്മ കാറിൽ കയറുന്നുണ്ട്. പിന്നെ സുമിയും മൂത്തമോള് അതായത് സനമോളും കൂടെ ബൈക്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കാറിൽ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ മൂത്തമ്മനെ കാണാൻ വന്നാണ്. ലാസ്റ്റ് മൂത്തമ്മനെ കൂട്ടി നമ്മളിതേ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോരേണ്ട അവസ്ഥ വന്നു കേട്ടോ. അല്ല മൂത്തമ്മന്ന് വരാൻ നിൽക്കായിരുന്നു, നമ്മളറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും നമ്മൾ വന്നതല്ലേ അങ്ങോട്ട് കൂട്ടി പോന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചതേ വീട്ടിലോട്ട് പോരാൻ കേട്ടോ. അങ്ങനെ ഞാനെന്ത് ചെയ്തു, നേരെ എൻ്റെ വീട്ടിലോട്ട്, അതായത് ഇക്കാൻ്റെ വീട്ടിലോട്ട് എന്നെ നേരത്തെ ഉപ്പണ്ടാക്കി തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവരങ്ങോട്ട് പോയി. ഞാൻ നേരത്തെ വീട്ടിലോട്ട് നടന്ന് കയറി ഗൈസ്. അത് കഴിഞ്ഞതേ അപ്പോൾ നല്ല ഉമ്മ ചപ്പാത്തി പരത്തുന്നുണ്ട്. അപ്പോൾ വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിട്ട് വന്നിട്ട് എന്ത് ചെയ്തു, ഉമ്മനെ സഹായിക്കാൻ നിന്നു. അപ്പോൾ ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ, ഉപ്പി മാത്രമേ ഉള്ളൂ, ഫെമിനിഷൊന്നും ഇല്ലല്ലോ. അപ്പോൾ നേരെ പോയതേ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തി കൊടുക്കാൻ നിന്നിട്ട് ഉമ്മ ചൂടാനും നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി നമ്മൾ അങ്ങനെ എല്ലാവരും വല്ലാണ്ട് ചോറൊന്നും ഇപ്പോൾ കഴിക്കലില്ല, നോമ്പൊക്കെ കഴിഞ്ഞതല്ലേ. അപ്പോൾ ഒന്ന് ഡയറ്റിങ് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ചപ്പാത്തി ഞാൻ അമ്മക്ക് പരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ മാറ്റി കുറേ സംസാരിച്ചു കേട്ടോ. നമ്മൾ പോയി വന്നതിൻ്റെ യാത്രകളും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചപ്പാത്തി പരത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പരത്തി കൊടുത്തു, ഉമ്മ ചപ്പാത്തി ചൂടാൻ നിന്നിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം മക്കൾക്ക് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊരു കരച്ചിലാണ് എൻ്റെ പൊന്നോ, ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ കൊടുക്കുക, നമുക്കാണ് ചീത്ത കേൾക്കുക മക്കൾ തിന്നണില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാലും ഒരു വിധത്തിൽ മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കേട്ടോ. കാരണം ഇവർക്ക് മെഡിസിൻ കൊടുക്കാനുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ അടുത്ത പനി വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഭക്ഷണം കൊടുക്കൽ കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി കരച്ചിലൊക്കെ നിന്നു. കണ്ടില്ല, രണ്ടാളും ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ വെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ മരുന്നൊക്കെ കൊടുത്തു കേട്ടോ. ഒരു 3-4 ഐറ്റം മരുന്നിനെ കൊടുക്കാണ്ടായിരുന്നു. ഫസ്റ്റ് കണ്ട് കരച്ചിൽ തുടങ്ങും, ലാസ്റ്റ് കത്തുമ്പോൾ കരച്ചിലാണ്ട് നിൽക്കും. അങ്ങനെ മരുന്നൊക്കെ കണ്ട് കൊടുത്തു കഴിഞ്ഞു. ലാസ്റ്റ് ആകുമ്പോൾ അവൾ തന്നെ മേടിച്ച് കുടിച്ചു കേട്ടോ. കാരണം കരഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്കറിയാം. അങ്ങനത്തെ അവൾ തന്നെ മേടിച്ച് കുടിച്ചു. ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനും മരുന്ന് കൊടുക്കാനും ഭയങ്കര ടാസ്ക്. എന്താണ് അവരെ കൊണ്ടൊക്കെ എങ്ങനെ കാട്ടുക അസുഖം വന്നാൽ. അങ്ങനെ രീതിയിൽ ഭക്ഷണം മരുന്നൊക്കെ കൊടുത്തു കുടിച്ചു. അതിന് ശേഷം ഈ മോളൊന്ന് കുളിപ്പിച്ചൊക്കെ കൊടുത്തതിന് ശേഷം അതേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. കണ്ടില്ല എന്തൊരു ഹാപ്പിയാണ്. ഇപ്പോൾ ഈ കരഞ്ഞ കുട്ടിയാണെന്ന് ആരെങ്കിലും കണ്ടാൽ പറയുമോ. അപ്പോൾ ടാറ്റ ഉമ്മൊക്കെ തന്നിട്ട് അതേപോലെ ഉറങ്ങുകയാണ്. പനിമാൻ്റെ റൂമിലാണ് ആൾ കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ വാതിലടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ചാരി കൊടുത്ത് നമ്മൾ നേരെ വന്നത് ഐസിൻമോനും തൊട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവനെ ഇറക്കിയിട്ട് വേണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അതേ ആൾ നല്ലതാണെന്ന് ഉറങ്ങുന്നതിന് കേട്ടോ. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോയാലോ ഇനി അടുത്തത്. അപ്പോൾ നമ്മൾ ഐസിൻമോനൊക്കെ ഉറക്കിയതിന് ശേഷം നേരെ കിച്ചണിലോട്ട് പോയി കോഫിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ചപ്പാത്തിയാണ് രാത്രി കഴിക്കുന്ന ചപ്പാത്തിയും ചെറുപയർ കറിയാണ് ഞാൻ കഴിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഉരുളങ്കെങ്കില നമ്മൾ ചക്കക്കുരു മുളകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ കഴിച്ചു കേട്ടോ.
അത് ഉരുളക്കിഴങ്ങിൻ്റെ കറി ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെറുപയർ കറിയാണ്. അത് ചോറിക്കാണെങ്കിലും ചെറുപയർ കറി ചോറ് ഞാൻ കഴിക്കും, അത്രയും എനിക്ക് ഇഷ്ടമാണ് ചെറുപയറിൻ്റെ കറി. അങ്ങനത്തെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെന്താ, അപ്പോൾ അത്ര തന്നെ ഉള്ളത്. അത് സ്പെഷ്യൽ ഇത് പറയും രാത്രി തപ്പുന്നപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇനി കുറച്ച് ഡയറ്റും കാര്യങ്ങളാവാം അല്ലേ. ഹലോ, അപ്പോൾ അതെ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ ഇന്നത്തെ. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ടാറ്റാ.